റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു. പക്ഷേ ആ ഉത്തരവിൻ്റെ വിധിപ്പകർപ്പ് പുറത്തു വന്നതോടുകൂടി കാര്യങ്ങൾ നേരെ ഉൾട്ടയായി മാറുകയായിരുന്നു. വിധിപ്പകർപ്പിനുള്ളിൽ പറയുന്ന പല കാര്യങ്ങളും വാസ്തവവിരുദ്ധമാണ് എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു. കേസ് നൽകിയ പ്രശാന്ത് ഭൂഷൺ തന്നെ കോടതിക്ക് ഗുരുതരമായ തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തി. അത് കോടതിക്ക് സംഭവിച്ച തെറ്റല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം. കോടതിയെ അറ്റോർണി ജനറലും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അതായത് സർക്കാർ ബോധപൂർവം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിലേക്കുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. അതിന് തുടർച്ചയായി പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയും ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. AGയെയും CAGയെയും PAC വിളിച്ചു വരുത്തും എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം അവിടെ അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വന്നതാണ്, അതിപ്പോൾ ഒരു ഓപ്പൺ ഡോക്യുമെന്റ് ആണ് എന്നാണ് അറിയിച്ചിരുന്നത്. അതാണ് കോടതി കോട്ട് ചെയ്തിട്ടുള്ളത്. കോടതി ഉത്തരവ് വന്നപ്പോൾ ബോധ്യമായ ഒരു കാര്യം അതാണ്. CAG റിപ്പോർട്ട് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വരെ പരിശോധിച്ചിട്ടുള്ളതല്ലേ, പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് അങ്ങനെ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ഇരിക്കുമ്പോൾ. പക്ഷേ PACയുടെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ ചോദിക്കുന്നു, എവിടെയാണ് ആ ഡോക്യുമെന്റ് ഉള്ളത്? പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒഴികെ വേറെ ആരെങ്കിലും ആ CAG റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും ചോദിച്ചിരുന്നു. അതായത് ബോധപൂർവം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അറ്റോർണി ജനറലും CAGയും സർക്കാർ വക്കീലന്മാരും ഒക്കെ നടത്തിയ ഒരു വലിയ പരിശ്രമത്തിൻ്റെ ചുരുളഴിയുകയാണ് എന്ന് ചുരുക്കം. AGയും CAGയും ഒന്ന് മറുപടി പറയണം. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അങ്ങനെ ഒരു CAG റിപ്പോർട്ട് കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു റിപ്പോർട്ടിനെ കുറിച്ച് എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ നിങ്ങൾ സത്യവാങ്മൂലം നൽകുക? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കോടതി വിധി ഉണ്ടായത്? എന്തൊരു നാണം കെട്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു കള്ളം മറച്ചു വയ്ക്കാൻ നിങ്ങൾ മറ്റൊരു കള്ളം കൊണ്ടുവന്നു. ആ വിധി വന്നപ്പോൾ സ്വാഭാവികമായി എല്ലാവരും പറഞ്ഞു സർക്കാരിനൊരു ആശ്വാസം തന്നെ. പക്ഷേ സർക്കാർ ആശ്വാസം കണ്ടെത്തിയത് പെരും നുണ പറഞ്ഞിട്ടാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്.